നിങ്ങൾ മായനെ എന്നെ വിശേഷിപ്പിച്ച് പ്രണയ സുന്ദരിന്നാണോ? ഞാൻ പക്ഷെ പ്രണയ സുന്ദരികളായിരിക്കുള്ളൂ. ഈ സൗന്ദര്യതാവത്തെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ എന്റെ കൂടെ കൊണ്ടുപോകാനും ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ സമ്മതിക്കില്ല. വീട്ടിൽ അമ്മ വരും. പക്ഷെ വീട്ടിലേക്ക് പോകാതെ വീട്ടിൽ കയറുന്നുണ്ട്. മായ ദേഷ്യപ്പെടലിന് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഞാൻ പറയുന്നു എന്ന് തിരിച്ചു പറയുന്നു. ഞാൻ പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കൂടെ പോരും. വേറെ ആരെങ്കിലും കൂടെ പോരായിരുന്നു ഞാൻ തീർച്ചയായിട്ടും കൂടെ പോരാം. പക്ഷെ മായ ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ അതിനൊരു റിലേഷൻ ഇല്ല. വേറെ റിലേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്ക്സ്. ചേച്ചി ഇത്രയധികം പ്രണയങ്ങൾ കേട്ടിരുന്നതിന് അടുത്തതായിട്ട് പ്രണയങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് വരുന്നത് സ്വപ്ന ചേച്ചിയാണ്. പ്ലീസ് വെൽക്കം സ്വപ്ന. അച്ഛന്മാരും കന്യാസ്ത്രീ നിറഞ്ഞ ഇഷ്ടംപോലെ ഒരുമിച്ച് നമ്മൾ വന്നതെന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് സ്വപ്ന. എനിക്ക് 4 കൊല്ലമായിട്ട് ശരിക്കും അറിയാം. പക്ഷേ എന്താ എനിക്ക് തമാശ തിരിച്ച് ഒരു 10 സെക്കൻഡ് സമയം അതിനപ്പുറം കൊണ്ടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സൗന്ദര്യത്തിന്റെ മൂർത്തിമ ഡിംപിൾ വിജയ് ഞാൻ ചേച്ചി ഭാഗവത് സ്വാഗതം ചെയ്യുന്നു. വിശ്വജ്യോതിയിലെ പിശുക്കനിൽ പിശുക്കനും ശ്രീധനം വാങ്ങി കെട്ടുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ആദർശ് സ്വാഗതം. ഞാൻ ആദ്യം ഇവരോട് പ്രൊപ്പോസ് ചെയ്യണമെന്നാണ് പറയണത്. അല്ലേ അല്ലേ അല്ല ദയവായിട്ട് എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം താല്പര്യമില്ല. പക്ഷെ ഞാൻ പ്രൊപ്പോസ് ചെയ്യാം. ഒരു കാര്യമാണ്, ഞാൻ ഇതിനു മുമ്പ് ഈ കോളേജ് ഒരാളോട് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ആരോടാണെന്ന് ഞാൻ പറയാനുള്ള ഒരാളോട് ഒരേ ഒരാളോട് ചെറുന്നു എല്ലാം. നീ ഇപ്പോൾ ഇവിടെ ഒന്ന് പ്രൊപ്പോസ് ചെയ്യട്ടെ പ്ലീസ്. എങ്ങനെയാണ് തുടങ്ങേണ്ടത്? കാരണം ഒത്തിരി ഒരു കാര്യം പറഞ്ഞ ഒരു ആണൊക്കെ സംസാരിക്കും. ഇവിടെ വന്നപ്പോൾ ഇവളെ ഇങ്ങനെ വാച്ച് ചെയ്യുകയായിരുന്നു. എന്നും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ ചിരിയും ആ നടത്തവും പിന്നെ ഒരു എന്താ ലൂണാറോ പാരകളോ എന്തോ ഒരു ചെപ്പലൊക്കെ ഉണ്ടെന്ന്. ഞാൻ ചോദിക്കുകയാണ്, ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമല്ല എന്നാണെങ്കിൽ പറയണ്ട. യെസ്, ദാറ്റ്സ് ഇറ്റ്. സത്യം പറയാം,
S6 ആയി 1-2 എണ്ണം അവിടെ ഇവിടെയൊക്കെ തുടങ്ങുന്നു, പൊട്ടിപ്പോകുന്നു. പലയിടത്ത് കിട്ടുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. അത് നമ്മുടെ പ്രൊപ്പോസൽ ഇപ്പോൾ സ്റ്റേജിൽ വന്ന് അവതരിപ്പിച്ചത് തന്നെയാണ് അതിൻ്റെയൊക്കെ നായകന്മാരെന്ന് തോന്നുന്നു. പലരുടെയും പേരുകൾ ഇങ്ങനെ സ്റ്റാഫ് റൂമിലും സ്റ്റുഡൻസിൻ്റെ അടുത്തും പറഞ്ഞു കേൾക്കുന്നു. നമ്മുടെ ജോസിയേട്ടനും ജോർജും അങ്ങനെ എല്ലാവരുടെയും പേരുകൾ ഇങ്ങനെ സ്റ്റാഫ് റൂമിലൊക്കെ കേൾക്കാറുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. ഒന്നുമല്ല, നിങ്ങൾ 1-2 പേര് കസേര നോക്കാതെ നടക്കും, കസേര നോക്കാതെ ഓടിക്കോ. രണ്ട് കസേര എല്ലാരും എണീറ്റ് ചെയ്ത് പഠിത്തില്ലേ? കസേര നോക്കാതെ നടക്കും. ബാക്കിലോ അനീഷയുടെ ഓടിക്ക് പതുക്കെ. മത്സരത്തിന് വാശിയേറുന്നു. സോ സ്റ്റാർട്ട്.